Hi guys, welcome back to our channel Arthurs and Patches World. ഇന്ന് ഞങ്ങൾ വന്നിട്ട് ഈവനിങ് വ്ളോഗ് ആയിട്ടാണ്, ഫ്രൈഡേ ഈവനിങ് വ്ളോഗ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾക്ക് പോവാം. Hope you guys enjoy. Guys, ഞങ്ങൾ ഇറങ്ങുവാണ്. ഇപ്പോൾ ഞങ്ങൾ സാറ എസ്എസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ റെസിഡൻസിൻ്റെ അവിടുന്ന് ഒരു 2.5 കിലോമീറ്റേഴ്സ് ഉള്ളു അങ്ങോട്ട്. ഇപ്പോൾ ഇത് അവർ ഇങ്ങനത്തെ വാട്ടർഫാള് പുതിയതായിട്ട് സെറ്റ് ചെയ്തതാണ്. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. ഫസ്റ്റൊക്കെ ഇവിടെ സ്വിമ്മിങ് അലൗഡ് ആയിരുന്നു. ഇപ്പം സ്റ്റോപ്പ് സ്വിമ്മിങ് എന്നുള്ളൊരു വാർണിംഗ് ബോർഡ് അവരോട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊറോണ വൈറസ് ആയതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ വരുന്നതല്ലേ, അപ്പോൾ പിന്നെ ഇവിടെ സ്വിമ്മിങ് ഇപ്പോൾ അലൗഡ് അല്ല. ഇപ്പോൾ ഇതാ ഇവിടെ അവർ അയൺ വെച്ചിട്ട് സ്റ്റീൽ വെച്ചിട്ട് സ്റ്റീൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ഒരു ലാമ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. മൂന്നെണ്ണത്തിൽ ലാമ്പ് ഉണ്ട്, പക്ഷെ ഒന്ന് മാത്രമേ ലൈറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ എൻട്രൻസ് കഴിഞ്ഞിട്ട് നേരെ പോവും. അപ്പോൾ ഇപ്പം ഇവിടുത്തെ നാഷണൽ ഡേ കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ലൈറ്റ്സാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോയേക്കുമ്പോൾ അത്തൂസ് നിൽക്കുന്നുണ്ട്. അത്തൂസിന് വെള്ളത്തിലേക്ക് ഇറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വാർണിംഗ് എഴുതിച്ചുകൊണ്ടും പിന്നെ ഇപ്പം തണുപ്പാണ്, പക്ഷെ ഇവിടുത്തെ വെള്ളം നല്ലൊരു വാം വെള്ളമാണ്, വല്ല തണുപ്പൊന്നുമില്ല. അത്തൂസിനെ സമ്മതിച്ചിട്ടില്ല ഇറങ്ങാൻ. ഇത് നല്ല ഭംഗിയാണ്. ഇവിടെയാണ് എല്ലാവരും മെയിനായിട്ട് ഇങ്ങനെ സ്വിമ്മിങ് ഒക്കെ ചെയ്യുക. അത്തൂസ് നിൽക്കുന്നുണ്ട് അടുത്തുണ്ടായിരുന്ന അപ്പുറത്ത്. പിന്നെ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നല്ല സുഖമാണ്. നല്ലൊരു സ്പ്രിങ് മോഡറേറ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു ഇവിടെ. ഇപ്പോൾ ഇവിടെ വിൻ്റർ സീസണൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ തണുപ്പേ ഇല്ല. പിന്നെ ഇവിടെ ഇങ്ങനെ പൈപ്പിൽ നിന്നും വെള്ളം വരുന്നുണ്ട്. ഇത് നമ്മുടെ ഫ്രഷ് വാട്ടറാണ്. ഇതൊക്കെ അവരിപ്പോൾ പുതിയതായിട്ട് സെറ്റ് ചെയ്തതാണ്, മുകളിൽ നിന്ന് വെള്ളം വരുന്നതൊക്കെ. ഇത് ഫ്രഷ് വാട്ടറാണ്. ഇതിങ്ങനെ ഒഴുകിക്കൊണ്ട് നിൽക്കും, ഇത് സ്റ്റോപ്പ് ആവൂലേ. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അപ്പോൾ മാസ്ക് ഇവിടെ നിർബന്ധമായിരുന്നു. ഇവിടെ ഫ്രഷ് ഫ്ലവേഴ്സ്. ആദ്യം ഇവിടെ ഒരു ചെറിയൊരു കോഫി ഷോപ്പ് പോലെ ഉണ്ടായിരുന്നു, ഇപ്പം അവിടെ ഇല്ല. ഇപ്പം നമ്മുടെ കൊറോണ വൈറസ് ആയതുകൊണ്ട് അവരിപ്പോൾ അവിടെ അലൗഡ് അല്ല, ഈറ്റിങ്ങും അവിടെ അലൗഡ് അല്ല ഇപ്പോൾ. പിന്നെ അവിടെ ഒരു റൂം പോലെ ഉണ്ട്, അതിൽ ചെറുതായിട്ട് വെള്ളം പോകുന്നുണ്ട്. കുറച്ചേ പോകുന്നുള്ളൂ, വല്ലാണ്ടൊന്നുമില്ല, ചെറുതായിട്ട്. പക്ഷെ ആ വെള്ളം അത്ര നല്ലതല്ല. പിന്നെ നമ്മൾ നേരെ പോയിട്ട് ഇവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഗേറ്റ് പോലെ തന്നെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പോവും. പിന്നെ ഇവിടെ നമുക്ക് അവിടെ ഒരു ട്രീ ഒക്കെ വെച്ചിട്ട് അവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ അവർ കുറച്ച് വെള്ളം പോകുന്ന ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പോവും. ഞങ്ങൾക്ക് ഇവിടുന്ന് ഫലജ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ വരുന്നത്. അപ്പം ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, ഇവിടുന്ന് ഇങ്ങനെ വെള്ളം വരുന്ന കാണാൻ. അപ്പം അവരവിടെ ഒരു ലാമ്പും ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫിഗിൻ്റെ ട്രീ ആണ്. ഇപ്പം ഫിഗിൻ്റെ സീസൺ അല്ല, അപ്പം അതുകൊണ്ട് അത് ഉണ്ടായിട്ടില്ല. അത്തൂസ് ഇതാ വന്നിട്ടുണ്ട്, മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല, പറഞ്ഞ കുമ്പളാണ് മാസ്ക് ഇടുന്നത്. ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. ആദ്യം ഇവിടെ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പം മീനൊന്നും കാണുന്നില്ല. ഫസ്റ്റ് ഞങ്ങൾ സ്വിമ്മിങ്ങിനൊക്കെ വരുമ്പം നല്ല രസമായിരുന്നു. ഇവിടെ മീനുണ്ടാവും. പിന്നെ നമ്മൾ സമ്മർ സീസണിലൊക്കെ വരുമ്പോൾ നല്ലൊരു തണുത്തിട്ടുള്ള വെള്ളമാവും. ഇപ്പോൾ ഇത് നമ്മൾ കണ്ടത് ഇത് ഒറിജിനൽ നെസ്റ്റ് അല്ല കേട്ടോ, ഇത് അവിടെ കമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുറുക്കി കെട്ടിച്ചിട്ടുള്ള ഇതാണ്, നെസ്റ്റാണ്, ഒറിജിനൽ അല്ല. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ നെസ്റ്റ് കാണുന്നത്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന തൊട്ടാവാടി എന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്ലാന്റ് കാണുന്നത്. നാട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ടു, ഇത് കണ്ടില്ല വാടി, അതുപോലത്തെ നല്ല രസമുണ്ടായിരുന്നു. ഇതിങ്ങനെ തൊട്ട് വാട് അങ്ങനെ കാണാൻ. പിന്നെ ഇങ്ങോട്ട് കുറച്ച് പോയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്ഥലം. ഇവിടെ മെയിൻ സ്വിമ്മിങ് ഒക്കെ ഉള്ളത്. ഇവിടെ ഈ ലെവല് വരെ വെള്ളമുണ്ട്. നല്ല രസമാണ് ഇവിടെ, നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാനൊക്കെ. നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നല്ലൊരു ഫീലാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ. ആദ്യത്തിലൊക്കെ നിറച്ച് മീനുണ്ടായിരുന്നു, ഇപ്പം ഒരെണ്ണം പോലും ഇല്ല. കുറേ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു ഗുഹ പോലെ കാണുന്നില്ലേ, അവിടെ നിന്നാണ് കേട്ടോ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നത്. അവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അണ്ടർ വാട്ടർ വഴി ഇങ്ങനെ നമ്മളെ ഫലജിൽ നിന്ന് വെള്ളം വരും. പിന്നെ അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ഇങ്ങനെ പോയി ക്ലിയർ വാട്ടറാണ് കേട്ടോ ഇത് വരുന്നത്. അവിടെ ഒരു ജബൽ അക്തർ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. ജബൽ അക്തർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ മൗണ്ടെയിൻ ഉണ്ട് ഇവിടെ നിസ്വയിൽ. അപ്പം അതിൻ്റെ ഒരു പോർഷൻ ഫലജിലുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്.
പിന്നെ അത് ഇങ്ങനെ പോയിക്കൊണ്ട് ലാസ്റ്റ് അവിടെ ഒരു ഗേറ്റ് പോലെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഗേറ്റിൻ്റെ സൈഡിൽ കുറേ കഴിഞ്ഞിട്ടൊരു ഫാം പോലെ ഉണ്ട്. അവിടെ ലൈറ്റ് ഒന്നുമില്ല, അപ്പം അങ്ങോട്ടൊന്നും പോകാറില്ല. ഇവിടെ പിന്നെ ഒരു റൂം പോലെ ഉണ്ട്, അവിടെയും വെള്ളം പോകുന്നുണ്ട്. ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ സാറ ഒയാസിസ് എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അത്തൂസ് ഇപ്പോൾ ഭയങ്കര ബിസിയിലാണ്, അപ്പോൾ അവിടെ കളിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാൻ. ഇപ്പം ബുറൈമിയിലൊക്കെ വരുന്നവരാണെങ്കിൽ ഇവിടെ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം. നല്ല രസമാണ് ഇവിടെ കാണാൻ. നമുക്ക് ഇരിക്കാനും നല്ല സുഖമാണ്. ഇപ്പം ഇവിടെ വിൻ്റർ സീസൺ ആണ്, പക്ഷെ നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒട്ടും തണുപ്പില്ല. നല്ലൊരു സ്പ്രിംഗ് ക്ലൈമറ്റ് ആണ്. അപ്പോൾ ഹോപ്പ് യു ആൾ എൻജോയ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.